നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം നിലവിൽ 2000 രൂപയാണ് പ്രതിമാസ ക്ഷേമ പെൻഷനായിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക ആനുകൂല്യം വരും വർഷങ്ങളിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് സർക്കാർ ഇപ്പോൾ കർശനമായ പുനർവെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അർഹതരായിട്ടുള്ള ഗുണഭോക്താക്കൾ 2026 ജനുവരി മാസത്തിന് മുമ്പായിട്ട് തന്നെ തങ്ങളുടെ അർഹത തെളിയിക്കുന്നതിന് ആവശ്യമായ ഔദ്യോഗിക രേഖകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. പെൻഷൻ വിതരണത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും അതിൽ നിന്ന് അനർഹരായവരൊക്കെ തന്നെ ഒഴിവാക്കി അർഹരായവർക്ക് കൃത്യസമയത്ത് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത്. നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഭൂരിഭാഗം ആളുകൾക്കും പൊതുവായിട്ട് രേഖകൾ സമർപ്പിക്കേണ്ടതില്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. മുമ്പ് സമർപ്പിച്ച വരുമാന സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി അവസാനിച്ചവർക്കും സേവന പോർട്ടലിൽ വരുമാനം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാത്തവർക്കും ഒക്കെ തന്നെ ഇത് ബാധകമാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ, കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളെ നേരിട്ട് അറിയിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും വാർദ്ധക്യകാല പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകേണ്ടതായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഇവർക്ക് നിലവിലെ രീതിയിൽ തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ വിഭാഗങ്ങളിലേക്ക് തന്നെ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഈ അറിയിപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. അതീവ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിലും 60 വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വിധവാ പെൻഷൻ സ്കീമിലും ഉൾപ്പെടുന്നവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 30 മുതൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അനുസരിച്ച് അർഹത നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ഈ സാക്ഷ്യപത്രം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. രേഖകൾ സംഘടിപ്പിക്കേണ്ട ഗുണഭോക്താക്കൾ തങ്ങളുടെ പരിധിയിലുള്ള വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടതായിട്ടുള്ളത്. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റു ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ മുൻകൂട്ടി തന്നെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വില്ലേജ് ഓഫീസറുടെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അസൽ പകർപ്പും അതോടൊപ്പം തന്നെ ആധാർ കാർഡിന്റെ ഒരു പകർപ്പും ചേർത്താണ് ഹാജരാക്കേണ്ടത്. ഇവ അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസുകളിലെ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സെക്ഷനുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസുകളിലൊക്കെ തന്നെ നേരിട്ടെത്തി ഗുണഭോക്താക്കൾ ഏൽപ്പിക്കേണ്ടതാണ്. രേഖകൾ സമർപ്പിക്കുന്നതിലെ സമയക്രമം പാലിക്കുന്ന കാര്യത്തിൽ ഗുണഭോക്താക്കൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. 2026 ജനുവരി 31 ഈ രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ജനുവരി മാസം വരെയുള്ള പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കുമെങ്കിലും ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ സേവന പോർട്ടലിൽ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. നിശ്ചിത സമയത്തിനകം തന്നെ രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം ഗുണഭോക്താവിന്റെ പെൻഷൻ തുക തടസ്സപ്പെടുന്നതായിരിക്കും. രേഖകൾ വൈകി സമർപ്പിക്കുന്നത് പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായേക്കാം എന്നതിനാൽ തന്നെ ഈ ഒരു അവസരം കൃത്യമായിട്ട് എല്ലാവരും തന്നെ വിനിയോഗിക്കേണ്ടതാണ്. അർഹരായ സാധാരണക്കാരുടെ ജീവിതത്തിന് വലിയ ആശ്വാസം നൽകുന്ന ക്ഷേമ പെൻഷൻ പദ്ധതികൾ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. അതിനാൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളും അവരുടെ ബന്ധുക്കളും ഒക്കെയും തന്നെ ഈ പ്രധാന അറിയിപ്പ് വളരെ ഗൗരവമായിട്ട് തന്നെ കാണുകയും വരും ദിവസങ്ങളിൽ തന്നെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. ഓർഡർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കരട് പട്ടികയിൽ ഇടം നേടിയവർ ഹിയറിംഗിന് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹാജരാകണം. അല്ലെങ്കിൽ അന്തിമ പട്ടികയിൽ പേരുണ്ടാകില്ല. നിശ്ചയിച്ച സമയത്തെ ഹിയറിംഗിന് ഹാജരാക്കാത്തവർ അതിനുള്ള കാരണം രേഖാമൂലം ERA അറിയിച്ച് നേരിട്ട് അപേക്ഷ നൽകിയാൽ മാത്രമേ അടുത്തുള്ള ഹിയറിംഗിനുള്ള സമയം ലഭിക്കുകയുള്ളൂ. അതും ഒരു അവസരം മാത്രമായിരിക്കും ലഭിക്കുന്നത്. SARന്റെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് അതിനോടൊപ്പം തന്നെ നോട്ടീസ് ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെക്കുറിച്ച് BLOമാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ കുറിപ്പിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ആദ്യം നൽകിയ സമയത്ത് തന്നെ നോട്ടീസ് ലഭിച്ച വോട്ടർമാർ ഹാജരാകാതിരിക്കുകയും അതിന്റെ കാരണം ബോധിപ്പിച്ച് രേഖാമൂലം അപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ കേസ് അവസാനിപ്പിച്ചതായി കണക്കാക്കി ലഭ്യമായ വസ്തുതകൾ പരിഗണിച്ച് ERO കാരണം വ്യക്തമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ്
മാർഗനിർദ്ദേശമുള്ളത്. മാത്രമല്ല ജോലി സംബന്ധമായിട്ട് നാട്ടിലില്ലാത്തവരോ അസുഖമോ മറ്റും ഉള്ളവരോ തന്നെ ഹിയറിംഗിന് ഹാജരാകാൻ കഴിയാത്തവരോ ആണെങ്കിൽ അന്തിമ പട്ടികയിൽ നിന്നും ഓർഡർ പുറത്തായാൽ പിന്നീട് ഫോം 6 പൂരിപ്പിച്ച് വേണം അപേക്ഷ നൽകുമ്പോൾ 2002 പട്ടികയുമായി മാപ്പിങ്ങിന് കഴിയാത്തതിനാൽ തന്നെ സമാന അവസ്ഥ വീണ്ടും ഉണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31 വരെയാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ നടപടിക്രമം പൂർത്തിയാക്കാത്ത പക്ഷം നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാക്കുന്നതായിരിക്കും. നിലവിൽ പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാത്ത ഗുണഭോക്താക്കൾ 1000 രൂപ പിഴ ലൈറ്റ് ഫീ ഒടുക്കി മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ 2024 ഒക്ടോബർ 1 ശേഷം ആധാർ എൻറോൾമെന്റ് ID ഉപയോഗിച്ച് പാൻ കാർഡ് സ്വന്തമാക്കിയ ഉടമകൾക്ക് 2025 ഡിസംബർ 31 വരെ യാതൊരു പിഴയും കൂടാതെ തന്നെ ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.incometax.gov. സന്ദർശിച്ച് ക്വിക്ക് ലിങ്ക് വിഭാഗത്തിലെ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ വഴി പാൻ ആധാർ നമ്പർ വാലിഡേറ്റ് ചെയ്ത് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാവുന്നതാണ്. നിങ്ങളുടെ പാൻ ഇതിനകം തന്നെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച സന്ദേശം സ്ക്രീനിൽ ലഭ്യമാകും. ഭാവിയിലെ സാമ്പത്തിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഈ അറിയിപ്പ് വളരെ ഗൗരവമായി തന്നെ എല്ലാവരും കാണേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ജനുവരി 1 മുതൽ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. പ്രതിമാസം 15,000 ലിറ്റർ വരെ മാത്രം ജലം ഉപയോഗമുള്ള BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 2026 BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായിട്ട് ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2026 ജനുവരി 31 മുമ്പ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണത്തിന്റെ കാലയളവ് ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ കാലയളവിലായിരിക്കും ഇതിന്റെ വിതരണം ഉണ്ടാവുക. കഴിവതും ജനുവരി, ഫെബ്രുവരി മാസത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ വിതരണം ഉണ്ടാകുന്നതാണ്. പുതുവർഷത്തിൽ കർഷകർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഇതിനോടൊപ്പം തന്നെ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിനുള്ള അവസരവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായിട്ടുള്ള പോർട്ടലുകൾ 2025 ഡിസംബർ 31 മുതൽ ലഭ്യമാകും. കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഏണി, മൺവെട്ടി, അതിനു പുറമെ തന്നെ പുൽവെട്ടി യന്ത്രങ്ങളൊക്കെ തന്നെ പമ്പ് സെറ്റ്, ഇലക്ട്രോണിക് മോട്ടോറുകൾ തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ ഈ പദ്ധതിയിലൂടെ സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കുന്നവർക്ക് 40 മുതൽ 50% വരെ സബ്സിഡി നൽകുന്നതായിരിക്കും. കർഷക കൂട്ടായ്മകൾക്ക് 80% വരെയുമൊക്കെ തന്നെ സബ്സിഡി ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് സ്ഥലപരിധി മാനദണ്ഡങ്ങളില്ല. അപേക്ഷകർ ആധാറുമായിട്ട് ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വസ്തുനികുതി അടച്ച രസീതും ഇതിനോടൊപ്പം തന്നെ ഫോട്ടോ എന്നിവ സഹിതം ഡിസംബർ 31 മുതൽ അപേക്ഷിക്കേണ്ടതാണ്. അംഗീകൃത കാർഷിക ഉപകരണ വിതരണ സ്ഥാപനങ്ങൾ വഴി സൗജന്യമായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകളൊക്കെ വഴി നിങ്ങൾക്ക് കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഇപ്പോൾ BPL റേഷൻ കാർഡ് അതായത് PHH പിങ്ക് റേഷൻ കാർഡിൽ നിരവധി ഒഴിവുകളുണ്ട്. ഇതിനു മുമ്പ് നീലവെള്ള റേഷൻ കാർഡുകളിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ളവരുടെയൊക്കെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ കുറവായിരുന്നു. അതിനാൽ തന്നെ അപേക്ഷിച്ച ഭൂരിഭാഗം ആളുകൾക്കും കാർഡുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് കാർഡുകളിൽ വളരെയധികം ഒഴിവ് നികത്താനുള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ മുൻഗണന BPL കാർഡിന്റെ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം അത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ സാഹചര്യത്തിൽ വീണ്ടും പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീല വെള്ള കാർഡ് ഉടമകൾ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് ഡിസംബർ മാസം 31 തീയതിക്ക് മുമ്പ് തന്നെ ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതോടൊപ്പം തന്നെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ആനുകൂല്യങ്ങൾ, സബ്സിഡികളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ അർഹതയുള്ളവർ ഡിസംബർ മാസം 31 മുമ്പായി തന്നെ അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ്, ഡെയിലി അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൂടെ ചെയ്യാനും മറക്കരുത്. എന്നാൽ നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്